ഹായ് ഫ്രണ്ട്സ്, വിജയാസ് ഡിഷ് ഓഫ് ദി ഡേ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു നെല്ലിക്ക രസമാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 8 നെല്ലിക്ക എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ നെല്ലിക്കയാണ്, നാടൻ നെല്ലിക്ക, നമ്മളുടെ വീട്ടിലുണ്ടായ നെല്ലിക്കയാണ്. വളരെ വലിപ്പമുള്ള നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ ഒരു 3 എണ്ണം എടുത്താൽ മതി. ഇത് ചെറുതായതുകൊണ്ട് ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചമുളക് വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, ഒരു തക്കാളി വേണം, 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്. ഇതിൻ്റെ പൗഡറുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം, പക്ഷേ ഇതിങ്ങനെ ഹോളായിട്ടുള്ളത് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇത് ആദ്യം ഒന്ന് പൊടിക്കണം. അതിലേക്ക് ഇതും കൂടെ ചേർത്തിട്ട് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം നെല്ലിക്കയുടെ കുരുവെല്ലാം മാറ്റിയെടുക്കാം. ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് നമ്മൾ ഡെയിലി ഈ നെല്ലിക്ക കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഇതിൽ വൈറ്റമിൻ സിയും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ടൈമിൽ നെല്ലിക്ക ഡെയിലി കഴിക്കണം. ഇതിപ്പോൾ സീസൺ ആയതുകൊണ്ട് ധാരാളം കിട്ടാനും ഉണ്ട്. നമുക്ക് ആദ്യം ഇതെല്ലാം കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. തരിതരിപ്പായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെല്ലിക്കയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതേപോലെ അരച്ചെടുക്കണം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. പാകത്തിന് ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. മല്ലിയിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിളപ്പിച്ചെടുക്കാം. രസം തിളച്ച് വരുന്നുണ്ട്. നമുക്കിതൊരു 2 മിനിറ്റ് കൂടി ഇങ്ങനെ വെക്കാം. അപ്പോഴേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിട്ടെടുക്കാം. ഒരു പാത്രം ചൂടാക്കിയതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്ക്ക് പകരം എണ്ണ ആയാലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒരു ശകലം കായ് പൗഡർ കൂടി ഇട്ട് കൊടുക്കാം. രണ്ട് ഉണക്കമുളക് പൊട്ടിച്ചോട് ഇട്ട് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് രസത്തിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. രസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി അടുത്തൊരു റെസിപ്പിയുമായി വരുന്നത് വരെ ബൈ.